ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽസിനെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടെർമിനോളജീസ് അറിഞ്ഞിരിക്കണം. അതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം പറയാം, ഉറപ്പായിട്ടും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എ ക്രിസ്റ്റൽ ഹാസ് എ റെഗുലാർ ആൻഡ് റിപ്പീറ്റിംഗ് പാറ്റേൺ ഓഫ് കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ്. അതിങ്ങനെ എവിടെ നിന്ന് തുടങ്ങുന്നോ അതെവിടെ അവസാനിക്കുന്നോ അതുപോലെ ഒരേ റിപ്പീറ്റിംഗ് പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുക എന്തിൻ്റെ, കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ. അപ്പം നമ്മൾ ആദ്യത്തെ ടേം സ്പേസ് ലാറ്റിസ് ഓർ ക്രിസ്റ്റൽ ലാറ്റിസ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സോഡിയം ക്ലോറൈഡിൻ്റെ ക്രിസ്റ്റൽ എടുത്താൽ ഇതിലിതാ ഈ മഞ്ഞ കളർ കാണുന്നത് ക്ലോറൈഡും ചുവന്ന കളർ കാണുന്നത് സോഡിയം അയോൺസുമാണ്. കാരണം സോഡിയം അയോൺസ് കാറ്റയോണാണ്, ക്ലോറൈഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ പൊസിഷൻ റെപ്രസെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിതാ ഇതേപോലെ ഇങ്ങനെ ഡോട്ട് ഒരേ ഡിസ്റ്റൻസിൽ ഒരേ പാറ്റേണിൽ ഇങ്ങനെ ഇടണം. അപ്പോൾ ഈ ഇട്ട ഡോട്ട്സൊക്കെ എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഓരോ പാർട്ടിക്കിളിനെയും, ഈ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിലെ ഓരോ പാർട്ടിക്കിളിനെയും പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ ഈ വരച്ച പോയിൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അതിനെയാണ് നമ്മൾ സ്പേസ് ലാറ്റിസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ക്രിസ്റ്റൽ ലാറ്റിസ്? It is the three-dimensional arrangement of points representing the periodicity and symmetries of a real crystal. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊരു ക്യൂബിക് ക്രിസ്റ്റലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ക്രിസ്റ്റൽ ഫോമാണ് ക്യൂബിക് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്യൂബിക് ക്രിസ്റ്റലിൻ്റെ ഒരു വലിയ ഭാഗമാണ് ഈ വരച്ചത്. അതിലെ ഒരു ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റാണ് ഈ കാണിച്ചത്. അതിന് നമ്മൾ പറയുക യൂണിറ്റ് സെൽ എന്നാണ്. ഓക്കെ, ആ യൂണിറ്റ് സെല്ലാണ് ഈ റെഡ് കളറിൽ കാണിച്ചത്. അപ്പോൾ എ പോർഷൻ ഓഫ് 3-dimensional ക്യൂബിക് ലാറ്റിസ് ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് സെൽ. അപ്പം NaClൻ്റെ റിയൽ ക്രിസ്റ്റൽ ഇങ്ങനെയാണ്. അപ്പം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ NaCl വെറുതെ ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചതാണ്. അപ്പം നമുക്കിങ്ങനെ കുറേ ഡോട്ട് ഇട്ടിട്ട് ഒരു ക്രിസ്റ്റൽ സിസ്റ്റത്തിൻ്റെ മോഡൽ കാണിക്കാമെങ്കിൽ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അപാര ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പോയിൻറ്റ്സിനെയൊക്കെ കണക്ട് ചെയ്തിട്ട് എത്ര ഡിഫറൻ്റ് ആയിട്ടുള്ള ലാറ്റിസ് പോയിൻറ്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് ചോദിച്ചാൽ ദർ ആർ ഓൺലി 14 പോസിബിൾ 3-dimensional ലാറ്റിസസ്. ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ 3-dimensional അറേ ഓഫ് പോയിൻറ്റ്സ്. അങ്ങനെ എത്ര എണ്ണം ഉണ്ടാക്കിയെടുക്കാമെന്ന് ചോദിച്ചാൽ 14 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. 15ാമത്തെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഈ 14 ഏതോ ഒന്നിന് തുല്യമായിരിക്കും. അപ്പോൾ 14 ഡിഫറെൻറ്റ് ലാറ്റിസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിന് പറയുക ബ്രവേയ്സ് ലാറ്റിസസ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓൾ ആർ പാരലൽ പൈപ്പിറ്റ്സ്, 6 സൈഡ്സ് ഓഫ് ജോമെട്രിക് സോളിഡ്സ്. പാരലൽ പൈപ്പിറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും 6 സൈഡ്സ് ഓഫ് ജോമെട്രിക് സോളിഡ്സ് ഹൂസ് ഫേസസ് ആർ പാരലലോഗ്രാം. എന്ന് പറഞ്ഞാൽ ഈ ഓരോ ക്രിസ്റ്റൽ, അതായത് ബ്രവേയ്സ് ലാറ്റിസ് ക്രിസ്റ്റലിനും പാരലൽ പൈപ്പലോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ എന്താ പറയുക, ഒരു സൈഡ് ഒരു ഭാഗത്തുണ്ടെന്നുണ്ടെങ്കിൽ അതേ സൈഡിന് പാരലായിട്ട് വേറൊന്നുണ്ടാവും. അതുപോലെ തന്നെ ഇത് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, അങ്ങനെയാണ് ആ ടേമിൽ പറയാം. ഇനി ഇത് 2-dimensional സ്പേസ് ലാറ്റിസ് ഓഫ് NaCl എന്ന് പറയുന്നത് 3-dimensional വേറെയാണ് വരിക. ഇനി ലാറ്റിസ് പോയിൻറ്റ്സ്. ഇപ്പോൾ സ്പേസ് ലാറ്റിസ് എന്താണെന്നാണ് പറഞ്ഞത്. ഇനി എന്താണ് ലാറ്റിസ് പോയിൻറ്റ്സ്? എന്തുകൊണ്ടാണോ സ്പേസ് ലാറ്റിസ് ഉണ്ടാക്കുന്നത് അതിനെയാണ് എന്ത് പറയുക, ലാറ്റിസ് പോയിൻ്റ് എന്ന് പറയുക. ഈച്ച് പോയിൻ്റ് ഇൻ സ്പേസ് ലാറ്റിസ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ പാർട്ടിക്കിൾ ഓർ എ ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾ ഇൻ എ റിയൽ ക്രിസ്റ്റൽ. ഇനി യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ ഇതാ ഈ കാണുന്ന വാളില്ലേ, ഇയാളൊരു വാൾ ഉണ്ടാക്കുകയാണ്. ജസ്റ്റ് ആസ് ദിസ് വാൾസ് ഈസ് മെയ്ഡ് ഓഫ് മെനി ബ്രിക്സ് സ്റ്റാക്ക്ഡ് ടുഗദർ in a regular way, the crystal is made of many small repeating units called unit cell. അപ്പോൾ a crystal is made up of many small repeating units called unit cell stacked together in 3 dimension. അപ്പോൾ എന്താണ് യൂണിറ്റ് സെൽ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് സെൽ ഇൻ ദ സ്പേസ് ലാറ്റിസ് ഓർ ഇൻ ദ സ്മോളസ്റ്റ് സെൽ ഇൻ ദ റിയൽ ക്രിസ്റ്റൽ, the repeating of which along 3 axes
x-axis, y-axis and z-axis gives the entire space lattice or the entire crystal. അപ്പം യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് and the repetition of which along the 3 axis gives a space lattice. ഇനി യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മൾ ഏതോ ഒരു ക്രിസ്റ്റലിൽ കുറേ പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്താണ്. അപ്പോൾ ഈ ക്രിസ്റ്റലിനെ മൊത്തം കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചെറിയ 4 എണ്ണം എടുക്കാം. അപ്പോൾ ഈ 4 എണ്ണം എടുത്താൽ 4 എണ്ണം അല്ലാതെ ശരിക്കെട്ടെണ്ണം വരുന്നുണ്ട്, അതിൻ്റെ അപ്പുറമുള്ള വരുന്നുണ്ട്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ക്യൂബ് വരച്ചതാണ്. ഒരു ക്യൂബ് വരച്ചതാണ്. അപ്പോൾ ഇതിന് പറയുക ക്യൂബിക് യൂണിറ്റ് സെൽ എന്നാണ്. ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് മനസ്സിലായിക്കോളും. അപ്പോൾ ഈ ക്യൂബിക് യൂണിറ്റ് സെല്ലിനെ ഇതുപോലെ പല രീതിയിൽ വരക്കാം. ഇത് അതിലെ പാർട്ടിക്കിൾ സ്റ്റാക്ക് ചെയ്ത ഫോമാണ്. അപ്പോൾ അതിനൊന്ന് വിശാലമായിട്ട് വരച്ചാൽ ഇങ്ങനെ വരും. ഇപ്പോൾ ഇതൊക്കെ പോയിൻറ്റ്സ് ആണ്, ദാറ്റ് റെപ്രസെൻറ്റ്സ് ദി പാർട്ടിക്കിൾസ് ഇൻ ദി യൂണിറ്റ് സെൽ. ഇനി നമ്മളൊരു ക്യൂബിക് യൂണിറ്റ് സെൽ എടുത്ത് നോക്കാം. അപ്പോൾ ക്യൂബിക് യൂണിറ്റ് സെല്ല് പിന്നെ 3 ആക്സിസ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 ആക്സിസ്. ഇപ്പോൾ ഒരു ആക്സിസ് ഇങ്ങനെയാണ്, മറ്റേ ആക്സിസ് ഇങ്ങനെയാണ്, വേറൊരു ആക്സിസ് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ക്യൂബിക്കാണോ എന്ന് പറയാൻ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? അപ്പോൾ അതിന് ഇതിൽ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒരു യൂണിറ്റ് സെല്ലിൻ്റെ പ്രോപ്പർട്ടീസ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് വേരിയബിൾസ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ്. ആ പാരാമീറ്റേഴ്സാണ് എ, ബി, സി. എന്താണ് എയും ബിയും സിയും എന്ന് ചോദിച്ചാൽ ഈ ആക്സിസിലുള്ള അതിൻ്റെ ലെങ്ത്ത്, ഈ ആക്സിസിലുള്ള ലെങ്ത്ത്, ഈ ആക്സിസിലുള്ള ലെങ്ത്ത്. അപ്പം ഇതിൽ എ എന്ന് പറയുന്നത് വൈ ആക്സിസാണ് അല്ലെങ്കിൽ എക്സ് ആക്സിസാണ്, ബി എന്ന് പറയുന്നത് സെഡ് ആക്സിസാണ്, സി എന്ന് പറയുന്നത് എക്സ് ആക്സിസാണ്. സോ വൈ ആക്സിസിൽ സെഡ് ആക്സിസ്, എക്സ് ആക്സിസ്. ഇനി 3 ആംഗിളും കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആൽഫ, ബീറ്റ, ഗാമ. ആൽഫ എന്ന് പറഞ്ഞാൽ സിയും ബിയും തമ്മിലുള്ള ആംഗിള്, സിയും എയും തമ്മിലുള്ള ആംഗിളിലാണ് ബീറ്റ എന്ന് പറയുക. ബിയും എയും തമ്മിലുള്ള ആംഗിളിലാണ് ഗാമ എന്ന് പറയുക. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 സൈഡ് ലെങ്ത്തും ഈ 3 സൈഡുകൾ തമ്മിലുള്ള ആംഗിളും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിന് പറയുന്ന പേരാണ് ലാറ്റിസ് പാരാമീറ്റേഴ്സ്. ദ വാല്യൂസ് ഓഫ് എ, ബി, സി, ആൽഫ, ബീറ്റ, ഗാമ ആർ നോൺ ആസ് ദി ലാറ്റിസ് പാരാമീറ്റേഴ്സ്. ഇനി എന്താണ് ക്രിസ്റ്റലോഗ്രാഫി എന്ന് ചോദിച്ചാൽ, ക്രിസ്റ്റലോഗ്രാഫി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് 3-dimensional അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ ക്രിസ്റ്റൽ സോളിഡ്. അതിൻ്റെ വേറെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, കാരണം അത് സിലബസിലില്ല. അപ്പോൾ ഈ 14 ബ്രെവൈസ് ലാറ്റിസിനെ അതിനെ നമ്മളിങ്ങനെ എന്താ പറയുക ഗ്രൂപ്പ് ചെയ്താൽ നമുക്ക് ഈ 14 എണ്ണത്തിനെ അതിനെ എന്ത് ചെയ്യാം, അതിൻ്റെ സിമിലാരിറ്റീസ് വെച്ചിട്ട് 7 ക്രിസ്റ്റൽ സിസ്റ്റമായിട്ട് വിഭജിക്കാം. ആ 7 ക്രിസ്റ്റൽ സിസ്റ്റമായിട്ട് വിഭജിക്കുമ്പോൾ അതെങ്ങനെയാണ് ഓരോന്നിനെയും ഡിസ്ക്രൈബ് ചെയ്യാന്ന് വെച്ചാൽ, ഇത് കണ്ടില്ലേ, അതിൻ്റെ 3 എഡ്ജ് ലെങ്ത്ത്, അതുപോലെ ഞാൻ പറഞ്ഞ 3 ആംഗിൾ. അപ്പോൾ ഇതിനെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ക്രിസ്റ്റൽ സിസ്റ്റത്തെയും ഡിസ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ വിശദീകരിക്കാം. അതായത് 14 ബ്രെവൈസ് ലാറ്റിസ് ഉണ്ട്. ഈ 14 ബ്രെവൈസ് ലാറ്റിസിനെ 14 എണ്ണത്തിനെ ഗ്രൂപ്പ് ചെയ്യാണ് അതിൻ്റെ സിമിലാരിറ്റീസ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് കിട്ടുക 7 ക്രിസ്റ്റൽ സിസ്റ്റമാണ്. അത് ഏതൊക്കെയാണ് 7 ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് ചോദിച്ചാൽ, ക്യൂബിക്, റോംബോഹെഡ്രൽ, ടെട്രഗണൽ, ഹെക്സഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ 1 മാർക്കിനൊക്കെ അവർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യാം, ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഓരോന്നിനും പഠിച്ചു വെക്കാം. ഇതൊക്കെ ഓരോന്നിൻ്റെയും ഉദാഹരണങ്ങളാണ്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന
ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റമാണ്. അങ്ങോട്ട് നോക്കാം. അപ്പം ഓരോന്നിനെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് ക്യൂബിക്കാണ് ആദ്യത്തേത്, രണ്ടാമത്തേത് റോംബോഹൈഡ്രൽ, ടെട്രഗണൽ, ഹെക്സഗണൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് പാരാമീറ്റർ വെച്ച് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ള ആ കോളത്തിലുണ്ട്. പിന്നെ ഹെക്സഗണലിനെ ഒന്നും കൂടി വരച്ചതാണ്. ഓർത്തോറോംബിക്, മോണോക്ലിനിക്, പിന്നെ അവസാനം ട്രൈക്ലിനിക്. ഇതാണ് 7 ക്രിസ്റ്റൽ സിസ്റ്റം. അപ്പം ക്വിക്ക് ഡ്രോയിങ് ഓഫ് എ ക്യൂബ് ഓൺ ദ പേപ്പർ. ഒരു പേപ്പറിൻ്റെ മുകളിൽ ക്യൂബ് എങ്ങനെ വരയ്ക്കാം, ഞാൻ നേരത്തെ ഒന്ന് വരച്ച് കാണിച്ചിരുന്നു. അപ്പം അതിൻ്റെ ഈസി വേ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വരച്ച പോലെയല്ല, ഇതാ ആദ്യം ഇങ്ങനെ വരയ്ക്കുക, പിന്നെ ഇങ്ങനെ വരയ്ക്കുക, പിന്നെ ഇതിലൊരു ഡോട്ട് ഇടണം. ഈ ഡോട്ടിന് എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ വീണ്ടും ഒരു സ്ക്വയർ വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഓരോ എഡ്ജും എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇതാ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇതാ ഈ സൈഡിന് ഷെയ്ഡ് ചെയ്താൽ കുറച്ച് ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതാണ് ഈസി വേ. അപ്പോൾ നമ്മളെപ്പോഴും വരയ്ക്കുമ്പോൾ ആദ്യം ഒരു ചതുരം വരയ്ക്കുക, ആ ചതുരത്തിനുള്ളിൽ മറ്റൊരു ചതുരം വരയ്ക്കുക, എന്നിട്ട് ഇതിനെയെല്ലാം യോജിപ്പിച്ചാൽ എന്ത് വരച്ചു, വി ഹാവ് ഡ്രോൺ എ ക്യൂബിക് സിസ്റ്റം. അപ്പം ഇതതിൻ്റെ ഒരു എങ്ങനെയാണ് പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്തതെന്ന് കാണിക്കുന്ന സംഭവമാണ്. പിന്നെ ഇതിലെ കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. ഒന്ന്, ബോഡി സെൻറ്റർ പൊസിഷൻ. എങ്ങനെയാണ് ഒരു ക്യൂബിക് ക്രിസ്റ്റലിൽ ബോഡി സെൻറ്റർ പൊസിഷൻ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പം അതായത് ഈ കോർണറിൽ നിന്ന് ഈ കോർണറിലേക്ക് ഒരു വര വരയ്ക്കുക. ഓക്കെ. പിന്നെ എന്ത് ചെയ്യുക വെച്ചാൽ ഈ കോർണറിൽ നിന്ന് ഈ കോർണറിലേക്ക് ഒരു വര വരയ്ക്കുക. അപ്പം അത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന ഈ സ്ഥലത്തിനാണ് എന്ത് പറയുക, ബോഡി സെൻറ്റർ എന്ന് പറയുക. ഇനി ഫേസ് സെൻറ്റർ ആൻഡ് എഡ്ജ് സെൻറ്റർ. ഫേസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഫേസിൻ്റെ രണ്ട് കോർണറും എന്ത് ചെയ്യുക, സോറി ഞാൻ വരയ്ക്കത് അത്ര നീറ്റായില്ല, ഇതുപോലെ മുട്ടിക്കുക. അപ്പോൾ ഈ സെൻറ്റർ പോയിൻ്റിനെയാണ് എന്ത് പറയുന്നത്, ബോഡി സെൻറ്റർ എന്ന് പറയുന്നത്. എഡ്ജ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു എഡ്ജിൻ്റെ സെൻറ്റർ. പിന്നെ ഡിവൈഡിങ് ദ യൂണിറ്റ് സെൽ ഇൻറ്റു 8 സ്മോൾ ക്യൂബ്സ് ലൊക്കേറ്റിംഗ് ദെയർ ബോഡി സെൻറ്റേഴ്സ്. ഇപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതൊരു വലിയ ക്രിസ്റ്റലിൻ്റെ ഒരു ഭാഗം എടുത്താണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു ക്യൂബ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് എന്ത് ചെയ്തിട്ടുണ്ട്, 8 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം. നമുക്കിപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആ 8 എണ്ണത്തിൽ ഒന്നിൻ്റെ ബോഡി സെൻറ്റർ കാണിക്കുക എന്നുള്ളതാണ്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഇതിവിടെ തൂക്കിയിട്ടിട്ടില്ലേ, അപ്പോൾ ഇത് ശരിക്കും ബോഡി സെൻറ്ററിലാണ് വരിക. നോക്കി മനസ്സിലായിക്കോളാം. ഇനി ഇതൊരു എക്സാമ്പിളാണ്. ഇത് സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസിൻ്റെ സ്ട്രക്ചറാണ്. Zn2+ഉം S2-ഉം. അതിൽ Zn2+, 4 out of 8 tetrahedral positions are occupied by in zinc blend. ഇപ്പോൾ സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്ന സാധനത്തിൽ പിന്നെ ഇത് കണ്ടില്ലേ, ഇത് 8 ക്യൂബിൽ മേലത്തേലെ ഈ കോർണറിലെ ക്യൂബിൻ്റെ സെൻറ്ററിൽ, അതുപോലെ അതിന് ഡയഗണൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യൂബിൻ്റെ സെൻറ്റർ, താഴെ ഇതിൽ രണ്ടിലും പെടാത്ത ഈ ഇതിൻ്റെ സെൻറ്റർ, ഇനി ഏറ്റവും താഴെയായിട്ട് ഇതിൻ്റെ സെൻറ്റർ. അപ്പം 4 ഭാഗത്തും 4 ഡിഫറെൻറ്റ് ടൈപ്പുള്ള ക്യൂബാണ് ഒക്യുപ്പൈ ചെയ്തത്. അപ്പോൾ ഇതൊരു സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്നതിൻ്റെ സ്ട്രക്ചറാണ്. നമ്മളെ എന്താ പറയുക, ഈ അൽഫാറേ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നടത്തിയിട്ടില്ലേ, അതിലുള്ള ആ കോമ്പൗണ്ടാണിത്. ദിസ് ഇസ് ജസ്റ്റ് ഫോർ എൻ എക്സ്പോഷർ. ഇനി നമ്മൾ ചില മാത്തമാറ്റിക്സ് കണക്കൊക്കെ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള ഒരു ഇൻപുട്ടാണ് റിസൾട്ട്സ് ഫ്രം ജോമെട്രി ആൻഡ് ട്രിഗണോമെട്രി റിലേറ്റഡ് ടു ക്യൂബ്സ്, സ്പിയേഴ്സ് ആൻഡ് വോയിഡ്സ്. ഞാൻ അത്രയൊന്നും പറയുന്നില്ല. ആകെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ത്രികോണം വരച്ചാൽ ഇതിന് ഈ AC എന്ന് പറയുന്ന കർണാണ്, BC എന്ന് പറയുന്ന പാദാണ്, ഈ ഭാഗത്തിന് എന്താ പേരെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ AB² + BC² ഈസ് ഈക്വൽ ടു AC². അപ്പോൾ AC ഈസ് ഈക്വൽ ടു √AB² + BC². ഇതൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ്. ഇനി ഫേസ് ഡയഗണൽ ആൻഡ് ബോഡി ഡയഗണൽ, ഇതോരോ ടെർമിനോളജീസാണ്. അപ്പോൾ ഫേസ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഫേസിൻ്റെ ഡയഗണലായിട്ട് വരുന്നത്. ബോഡി ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ക്യൂബിൻ്റെ ഡയഗണലായിട്ട് വരുന്നത്. ഇനി ടെട്രാഹെഡ്രൻ എന്ന് പറയുന്ന ഷേപ്പ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഷെയ്ഡഡ് ആയിട്ടുള്ള ഭാഗമാണ് പാദം, ബേസ്.
ഇനി ഒക്ടാഹെഡ്രൻ എന്ന് പറയുന്നത് ആ രണ്ടെണ്ണം കൂട്ടി വെച്ചതല്ല. ഒക്ടാഹെഡ്രൻ എന്ന് പറഞ്ഞാൽ ഒരു അപ്പെക്സ്, അതിന് താഴെ ഒരു സ്ക്വയർ പ്ലേനാർ ബേസ്, അതിന് താഴെ വീണ്ടും ഒരു അപ്പെക്സ്, അതിലേക്ക് 4 കോർണർ എന്ത് ചെയ്യാണ്, ചുരുങ്ങി വരികയാണ്. ഇതിനെയാണ് എന്ത് പറയുക, ടെട്രാഹെഡ്രൻ എന്ന് പറയുക. ബാക്കുള്ളത് എന്താണ്, ഒക്ടാഹെഡ്രൻ. ഇതിന് ടെട്രാഹെഡ്രൻ എന്ന് പറയും. ഇപ്പറുള്ള ഇതിനെന്ത് പറയും, ഒക്ടാഹെഡ്രൻ എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട സാധനം ക്യൂബിക് സെൽസ് ആണ്. അപ്പോൾ ക്യൂബിക് സെൽസിൽ 3 തരം സെൽസ് ഉണ്ട്. ഒന്ന് പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ, രണ്ടാമത്തത് ബോഡി സെൻറ്റേർഡ്, മൂന്നാമത്തത് ഫേസ് സെൻറ്റേർഡ്. അപ്പോൾ സിമ്പിൾ ക്യൂബിക് സെല്ലിൻ്റെ എത്ര പാർട്ടിക്കിൾ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഭാഗം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ വേറെ ഒന്നുമില്ല. അതായത് ഒരു ക്യൂബിൻ്റെ 8 കോർണർ ഉണ്ടാവും. 4 കോർണർ ഫ്രണ്ടും 4 കോർണർ ബാക്കും. അപ്പം ഈ ഓരോ കോർണറിലും ഓരോ പാർട്ടിക്കിൾ ഓക്യുപ്പൈ ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറയുക. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആൽഫ പൊളോണിയം. അപ്പം ഈ ഒരു ക്യൂബിക് സെല്ലിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടാവും? കാരണം ഒരു ക്യൂബിക് സെൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ്. അതിന് നമ്മൾ യൂണിറ്റ് സെൽ എന്നാണ് പറയുക. ഇങ്ങനെ അനവധി യൂണിറ്റ് സെല്ല് കൂടി ചേർന്നാലാണ് ഒരു ക്യൂബിക് ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതിലുള്ള ഒരു യൂണിറ്റ് സെല്ലെടുത്തു. ആ യൂണിറ്റ് സെല്ല് എത്ര പാർട്ടിക്കിളിനെ സ്വന്തമാക്കി എന്നാണ് ചോദ്യം. കാരണം ഒരു ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ അതിന് 8 കോർണർ ഉണ്ട്. 8 കോർണറിൽ ഓരോ പാർട്ടിക്കിൾ ഉണ്ടെങ്കിലും ആ ഓരോ പാർട്ടിക്കിളും ഈ ക്യൂബിൻ്റെ സ്വന്തമല്ല. 8-1 മാത്രമാണ് ഇയാൾക്ക് സ്വന്തം. ഇതിൽ മനസ്സിലാവും. അപ്പം primitive cubic unit cell has atoms only at its corner. Each atom at the corner is shared between 8 adjacent unit cell. അപ്പോൾ ഇതൊരു പ്രൈമറി ക്യൂബിക് സെല്ലാണ്, സിമ്പിൾ ക്യൂബിക് സെല്ലാണ്. അപ്പോൾ ഒരു റെഡിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തു. അപ്പോൾ ഈ റെഡ് എന്ന് പറയുന്ന സാധനം കണ്ടില്ലേ, ഒരു എന്താ പറയുക 4 എണ്ണമായിട്ട് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. 4 എണ്ണത്തിലല്ല, അത് ഓരോന്നിങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കാണിക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, 5ആയി, 6ആയി, 7ആയി, 8ആയി എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടിക്കിളിനെ 8 ക്യൂബ് ഷെയർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യൂബിൽ എത്ര കിട്ടും? 1/8. അപ്പം ഷെയർ ഓഫ് 1 സ്പിയർ ടു 1 സെൽ ഈസ് 1/8. 1/8 ആണ് ഈ കാണിച്ചത്. അപ്പോൾ ടോട്ടൽ ഷെയർ ഫ്രം 8 സ്പിയേഴ്സ് ഫ്രം 8 കോർണേഴ്സ്. അപ്പോൾ ഒരു ക്യൂബിക് ക്രിസ്റ്റലിലുള്ള ഒരു പാർട്ടിക്കിൾ 8 ആൾ ഷെയർ ചെയ്തു. അങ്ങനെ 8 ആൾ ഷെയർ ചെയ്യുന്ന എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. അപ്പോൾ ഒരു ക്യൂബിന് എത്ര പാർട്ടിക്കിൾ സ്വന്തമാണെന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് 1. ഓക്കെ. ഇനി ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. ബോഡി സെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ ബോഡി സെൻറ്ററിൽ ഒരു പാർട്ടിക്കിൾ കൂടിയുണ്ട്. അപ്പം അതിൽ എത്ര ഉണ്ടാവും? ബോഡി സെൻറ്റർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അതാക്കുക എന്ന് വെച്ചാൽ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇത് ശരിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരഞ്ഞത്, ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരഞ്ഞത്. അങ്ങനെ വരഞ്ഞിട്ട് അതിൻ്റെ സെൻറ്റർ പോയിന്റിലാണ് ബോഡി സെൻറ്റർ എന്ന് പറയുക. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബോഡി സെൻറ്ററിൽ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ വരും. അപ്പോൾ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൻ്റെ ഉദാഹരണം സോഡിയം ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ, സോഡിയം ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ നമ്മളെ വേഗം തീപിടിക്കുകയെല്ലാം ചെയ്യുന്ന ഏതാണ്ടൊരു എന്താ പറയുക ഓഫ് വൈറ്റ് കളറുള്ളൊരു മെറ്റൽ പീസാണ്. അതിങ്ങനെ കെറോസിൻ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുക തീപിടിക്കുന്നതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പം ഒരു ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ക്രിസ്റ്റലിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ കണ്ടു കോർണറിൽ നേരത്തെ ഉണ്ടല്ലോ. അപ്പം അത് 1 പ്ലസ് സെൻറ്ററിൽ 1. 1 + 1 = 2. ഇതാണ് ഉത്തരം. ഇനി ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ ഇതൊന്ന് നോക്കിയിട്ട് മനസ്സിലായിക്കോളൂ, കൃത്യമായിട്ട് നോക്കിയിട്ട് മനസ്സിലായിക്കോളൂ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇതിന് ബോഡി സെൻറ്ററിൽ ഒറ്റയില്ല. നേരത്തെ 8 കോർണറിൽ 1/8 ഉണ്ട്.
പ്ലസ് ഈ ഒരു ബോഡി സെൻറ്റർ എന്ന് പറയുന്ന ഈ സാധനം 2 ക്രിസ്റ്റൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? കണ്ടെയ്ൻസ് ആറ്റംസ് at all the corners and the center of all the faces of the cube. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓരോ ഫേസിലും ഉള്ളത് എന്ത് ചെയ്തിട്ടുണ്ടാവും? 2 ആൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ 2 ആൾ ഷെയർ ചെയ്യുന്ന എത്ര ഫേസ് ഉണ്ട്? അതിന് 6 ഫേസ് ഉണ്ട്. അപ്പോൾ 6 × 1/2 = 3. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതൊക്കെ അതിൻ്റെ ഓരോ മോഡലാണ്. നിങ്ങളിത് ആലോചിച്ച് കണ്ടെത്തിക്കോളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് ഇത് ഇങ്ങനെയാണെന്ന് വരുന്നത് ഇതാണ്ടില്ലേ, ഈ മോഡൽ ക്യൂബ് വരച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു അപ്പിയറൻസ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും 3 + 1 ഇതൊന്ന് വായിച്ചു നോക്കൂ. 8 കോർണേഴ്സ് ആറ്റം, 1/8 ആറ്റം പെർ യൂണിറ്റ് സെൽ, 1 ആറ്റം, 6 ഫേസ് സെൻറ്റേർഡ്, 3 ആറ്റം, ഓൾ ടുഗദർ 4 ആറ്റംസ്. ഏതാണിത്? FCC. ഓക്കെ.